ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, യേശയ്യ പ്രവാചകൻ ഈ സമയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്കൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓരോരുത്തരും വിശ്വസിക്കുകയാണ്, എൻ്റെ കർത്താവിനെ അനുഭവിക്കുവാൻ, വ്യക്തിപരമായി സ്വീകരിക്കുവാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന സമയം ഇതാണ്. നാളെയല്ല, മറ്റന്നാളല്ല, മറിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ സമയമാണ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന സമയം, അവിടുത്തെ അന്വേഷിക്കാൻ കഴിയുന്ന സമയം, അവിടുന്ന് അരികെയുള്ള സമയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, സമയം നന്നായി ഉപയോഗിക്കണം. സമയം നന്നായി ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലരിത് കേട്ടപ്പോൾ എന്നാ പിന്നെ ഒട്ടും സമയം കളയണ്ട, നന്നായി ഉറങ്ങിയേക്കാം. അതല്ല, സമയം നന്നായി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ കിട്ടുന്ന സമയം ഇതാണ്. അത് മറ്റന്നാളോ നാളത്തേക്കോ പിന്നത്തേക്കോ വെക്കാനല്ല, മറിച്ച് ഇപ്പോൾ തന്നെ ദൈവത്തെ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് ഈ വചനം പറയുമ്പോൾ, ഈ വചനം ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും അഭിഷേകമായി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ വലിയ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഈ ഞായറാഴ്ച മുതൽ എന്തോ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ. എന്തിനു വേണ്ടി? നോമ്പിന്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിന്റെ ദിനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അനുഭവിക്കാൻ, കർത്താവിനോട് ചേർന്നിരിക്കാൻ, അത്രമേൽ കൃപ സ്വീകരിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത അത്ഭുത മണിക്കൂറിന്റെ ഏറ്റവും അടുത്ത ഒരുക്ക മണിക്കൂറുകളിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ.